ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ മക്കളുടെ ഉയർച്ചയ്ക്ക് പിറന്നാൾ ദിവസം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അതായത് നമ്മൾ ഇപ്പോഴത്തെ പ്രകാരം, അതായത് ഇപ്പോഴൊക്കെ എന്താണ് കണ്ടുവരുന്നത്, നമ്മൾ പിറന്നാൾ ദിവസം നമ്മൾക്ക് അമ്പലത്തിൽ പോകുന്നതിനേക്കാളും അതുപോലെ തന്നെ ഒരു നേരം കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ വീട്ടിലെ എന്താണ് വെജായിട്ടുള്ളൊരു ഫുഡ് വെച്ച് കൊടുക്കുന്നതിനേക്കാളൊക്കെ ആളുകൾക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും പ്രാധാന്യം അവർ കൊടുക്കുന്നത് കേക്ക് കട്ട് ചെയ്യുക. അതായത് കേക്ക് കട്ട് ചെയ്ത് കുറേ ഫ്രണ്ട്സിനെ വിളിക്കുക, കേക്ക് കട്ട് ചെയ്യുക. അതിന് ശേഷം ഭയങ്കര എന്താണ് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് അത് ഊതിക്കെടുത്തി അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സാധാരണ മക്കളുടെ ബർത്ത്ഡേ ഒക്കെ കൂടുതലും ആഘോഷിക്കാറുള്ളത്. ഈ നമ്മളുടെ മക്കളുടെ ബർത്ത്ഡേ ദിവസം, അതായത് ജന്മദിന ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് കേക്ക് കട്ട് ചെയ്യണമെങ്കിൽ അതാവാം, ഒരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ദയവ് ചെയ്ത് ഈ കേക്കിന് ചുറ്റിലും മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് അത് ഊതിക്കെടുത്തി അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിങ്ങളുടെ മക്കളുടെ ഫ്യൂച്ചറിന് തന്നെ, അതായത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ദോഷങ്ങൾ, നെഗറ്റീവ്സ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പകരം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ മക്കൾക്ക് കൂടുതൽ ആയുസ്സും ആരോഗ്യവും എല്ലാം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മക്കളുടെ പിറന്നാൾ ദിവസം അവർക്ക് രാവിലെ തന്നെ വിളിച്ചുണർത്തണം. അവരെ രാവിലെ വിളിച്ചുണർത്തി കുളിച്ച് അവരെ വിളക്ക് കത്തിച്ച് കൂട്ടത്തോടെ എല്ലാവരും ഇവിടെ ഇരുന്ന് നോക്കുമെങ്കിൽ ഇരുന്ന് നാമം ജപിക്കുക. നാമം ജപിച്ച് നമ്മുടെ കുഞ്ഞിന് ആയുസ്സും ആരോഗ്യവും ശ്രേയസ്സും ഒക്കെ വർദ്ധിക്കണമെന്ന് സർവേശ്വരനോട് മാതാവും പിതാവും പ്രാർത്ഥിക്കുക. അവരാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. മാതാപിതാക്കൾ ചെയ്യുന്നത് കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളതെല്ലാം പഠിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ മാതാവും പിതാവും അങ്ങനെ ചെയ്യുക. എന്നിട്ട് കുഞ്ഞിനെയും കൊണ്ട് എന്ത് ചെയ്യണം, അവരെയും എല്ലാവരോടും ചേർന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അതിനുശേഷം എല്ലാവരും കൂടെ അമ്പലത്തിൽ പോവുക. കുഞ്ഞിൻ്റെ പേരിൽ അർച്ചനകൾ, വഴിപാടുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ നടത്തുക. അതായത് വഴിപാടിനേക്കാളുപരി, അതായത് ഭഗവാൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നിങ്ങൾ മേടിച്ചുകൊണ്ട്, അതായത് ഇപ്പോൾ ദേവീ ക്ഷേത്രത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ദേവിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് തെറ്റിപ്പൂ മാലയൊക്കെയാണ്. അപ്പോൾ അത് നിങ്ങൾ മേടിച്ചുകൊണ്ട് പോവുക. അത് ശിവക്ഷേത്രത്തിലാണെങ്കിൽ കൂവളമാലയാണ് ഏറ്റവും ഇഷ്ടം മഹാദേവന്, അത് കൊണ്ടുപോവുക. കൃഷ്ണൻ കോവിലിൽ കൃഷ്ണ ഭഗവാൻ ഏറ്റവും ഇഷ്ടം, നാരായണന് ഏറ്റവും ഇഷ്ടം തുളസി ഹാരമാണ്. തുളസിമാല നിങ്ങൾ മേടിച്ചുകൊണ്ട് പോവുക. അയ്യപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ഈ നീല പുഷ്പങ്ങൾ കൊണ്ടുള്ള മാലയാണ്. അപ്പോൾ നീല ഹാരം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മേടിച്ചുകൊണ്ട് പോകാൻ നോക്കുക. അതുപോലെ നീല കളറില്ല, അതായത് ശംഖുപുഷ്പമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശംഖുപുഷ്പത്തിൻ്റെ മാല കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കെട്ടിക്കൊണ്ടുപോകാമെങ്കിൽ അത് കൊണ്ടുപോയി ഇടുക. അതുകൊണ്ട് ഭഗവാന് ഇടുക എന്നല്ല, അത് ഞാൻ പറഞ്ഞ തെറ്റാണ്. അവിടെ ഭഗവാന് സമർപ്പിക്കുക. നമ്മൾ ഗണപതി ക്ഷേത്രത്തിലാണ്, ഗണപതി ഭഗവാന്റെ അടുത്ത് എല്ലാ ക്ഷേത്രത്തിലും ഗണപതി ഭഗവാനുണ്ട്. ഗണപതിക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാന് ഉറപ്പായും കറുകമാല മേടിച്ചുകൊണ്ട് പോവുക. അപ്പോൾ അത് സമർപ്പിക്കുക ഭഗവാന്. അപ്പോൾ ഇതൊക്കെ ചെയ്യുക. അപ്പോൾ ഇതിലേതെങ്കിലും, ഇപ്പം നിങ്ങൾ ഏത് ക്ഷേത്രത്തിലാണോ പോകുന്നത് അവിടുത്തെ ഭഗവാന് നിങ്ങളൊരു ഇതുപോലെ എന്തെങ്കിലും പുഷ്പങ്ങൾ കൊണ്ടുള്ള ഹാരം മേടിച്ചുകൊണ്ട് പോവുക. അത് ഭഗവാനവിടെ സമർപ്പിക്കുക, കുഞ്ഞിനെയും കൊണ്ട് സമർപ്പിക്കുക. അതിനുശേഷം അർച്ചന വഴിപാടുകളൊക്കെ നടത്തി ഒരു പായസ വഴിപാട് അമ്പലത്തിൽ ഉറപ്പായിട്ടും നടത്തിയിരിക്കണം. കൃഷ്ണ ക്ഷേത്രത്തിലാണ് പോകണമെന്നുണ്ടെങ്കിൽ പാൽപ്പായസ വഴിപാട്. അതെല്ലാം നിങ്ങൾ ദേവീ ക്ഷേത്രത്തിലാണെന്ന് പോകണമെങ്കിൽ അവിടെ കടും പായസം വഴിപാട്, അതാണ് നിങ്ങളുടെ ഇഷ്ടാനുസരണം അവിടെ നടത്താവുന്നതാണ്. പിന്നീട് ആ ദിവസവും കഴിവതും നിങ്ങൾ കുഞ്ഞിന് വെജായിട്ടുള്ള ഫുഡ് തന്നെ കൊടുക്കാൻ നോക്കുക. അതായത് നോൺ വെജ് കഴിവതും ഒഴിവാക്കാനാണ് പറയുന്നത്. ഒക്കുന്നവർ അങ്ങനെ ചെയ്യുക തന്നെ ചെയ്യണം. നമ്മുടെ കുഞ്ഞിന് ഇത്രയ്ക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ പോകുന്നതിലും അതിലേക്ക് മേലെ ഇമ്പോർട്ടൻ്റായ മറ്റൊരു കാര്യം പറയാം. നമ്മൾ പാവപ്പെട്ട, അതായത് നമ്മൾ വലിയ സദ്യയൊന്നും നടത്തുന്നതിൽ കാര്യമില്ല. നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി നോക്കുമ്പോൾ നമുക്കറിയാം
തീരെ ദാരിദ്ര്യത്തിലും കഷ്ടതയിലും താമസിക്കുന്ന കുറേ പേര് കാണും. ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാത്തവരെ റോഡിൽ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. അങ്ങനെയുള്ളവരെ കണ്ടെത്തി ഒരു നേരത്തെ ഫുഡ് നിങ്ങൾ അവർക്ക് മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫുഡിനുള്ള പൈസ ആ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾ അവർക്ക് കൊടുപ്പിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ കുഞ്ഞിന് അത്രയ്ക്ക് ഭാഗ്യങ്ങൾ ആ കുഞ്ഞിനുണ്ടാകുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകുന്നതായിരിക്കും. ഉറപ്പായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യിക്കുക. നോക്കുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്തതിന് ശേഷം ആ ഫുഡും കൊണ്ട് തന്നെ നിങ്ങൾ പോയി ആ ഫുഡ് കൊണ്ട് എല്ലാവർക്കും, അതായത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക. ഫുഡും ഒരു നേരത്തെ ആഹാരത്തിനുള്ള പൈസയോ അല്ലെങ്കിൽ ഫുഡോ അല്ലെങ്കിൽ വസ്ത്രമോ ഒക്കെ മേടിച്ചാൽ നിങ്ങളുടെ മനസ്സാണ് അങ്ങനെ ചെയ്യിക്കുക. അതുപോലെ തന്നെ അന്ന് വൈകുന്നേരവും വിളക്ക് കത്തിച്ച് നന്നായിരുന്ന് പ്രാർത്ഥിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. പിന്നെ പായസമൊക്കെ വെച്ചിട്ട് ചുറ്റുപാടുമൊക്കെ കൊടുക്കാവുന്നവർക്ക് അത് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. കേക്ക് മുറിക്കുന്നവർക്ക് അതും ചെയ്യാം. പക്ഷെ ഇത്തരത്തിലൊരു കാര്യം ചെയ്യാതിരിക്കുക. ഈ മെഴുകുതിരി ആയാലും വിളക്കിലെ തിരുനാളമായാലും എല്ലാം അവിടെ കത്തുന്ന ആരാണ്? അഗ്നിദേവനും സാക്ഷാൽ ഭഗവാന്റെ ചൈതന്യമാണ് അവിടെ കത്തുന്നത്. അതാണ് നിങ്ങൾ ഈ ഊതി അണയ്ക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. പകരം കുഞ്ഞിനെ കേക്ക് കട്ട് ചെയ്യുന്നെങ്കിൽ അതും വേണമെങ്കിൽ അവർക്ക് അത് ചെയ്തോളൂ, പ്രശ്നമില്ല. കാര്യം അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അതൊന്നും നിർത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്ത് മറ്റുള്ളവർക്ക് കട്ട് ചെയ്ത് കൊടുത്തോളൂ, അത് പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുക. മക്കളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും നിങ്ങളുടെ പ്രാർത്ഥനയും കുഞ്ഞിനെയും കൊണ്ട് നന്നായി പ്രാർത്ഥിപ്പിക്കുക, നാമജപാദികളൊക്കെ ചെയ്യിക്കുക. അതുപോലെ നോക്കുമെങ്കിൽ എല്ലാവരോടും ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കുക. എൻ്റെ കുഞ്ഞിൻ്റെ ആയുസ്സിനും ആരോഗ്യവും ഒക്കെ വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് സർവേശ്വരന് സമർപ്പിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ.